നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ മുഖ്യമന്ത്രിയായ ഉടനെ ഒറ്റ ദിവസം കൊണ്ട് നടപ്പിലാക്കാവുന്ന കാര്യമൊന്നുമല്ല. അതൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് പറയുമ്പോൾ തോന്നും. ഒത്തിരി പേരുണ്ട്. നമ്മുടെ ഒരാൾ നിന്ന് മാത്രം ഭരിക്കില്ലല്ലോ, ഒരുപാട് പേരില്ലേ. ഈ സിനിമ കണ്ട സമയത്ത് എല്ലാവരും കൽപ്പന ചേച്ചിന്റെ ഒരു എക്സ്പ്രഷൻ ആയാലും നമുക്ക് ഓർമ്മ വന്നു എന്ന് പലരും കമന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചിരുന്നോ? ഇത് തിരുവനന്തപുരം സ്ലാങ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്ലാങ് എന്ന് പറയുന്നത് ഇത്തരം കഥാപാത്രങ്ങളെ വീട്ടിൽ ഇവരൊക്കെ വരുന്നതെന്ന് പറയുന്നത് എൻ്റെ അമ്മയെ കാണാനാണ്. അമ്മ അന്ന് നല്ലോണം പഠിച്ചിട്ടുണ്ട് അമ്മ. അപ്പോൾ ലിറ്ററേച്ചർ എടുത്തിരുന്നത് മലയാളത്തിൽ ഇംഗ്ലീഷിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം എന്തെങ്കിലുമൊക്കെ സർക്കാരിന് അയച്ച് പൂരിപ്പിക്കുന്നതോ ലീവ് ലെറ്റർ എഴുതുന്ന കാര്യം പോലെ എല്ലാം അമ്മ ഇരുന്ന് എഴുതിയാണ് ഓരോരുത്തർ കൊടുക്കുന്നത്. അപ്പോൾ കുറേ പേരുടെ ഈ മുഖഭാവങ്ങളും അവരുടെ പ്രശ്നങ്ങളും മാനസംസും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളറിയാതെ തന്നെ. അമ്മ പിന്നെ 100 കൽപ്പന ചേച്ചിയാണ് അമ്മ. എല്ലാത്തിനും സെൻസ് ഓഫ് ഹ്യൂമർ കണ്ടെത്തുന്ന ആളാണ് എൻ്റെ അമ്മ. അപ്പോൾ അതുകൊണ്ട് അമ്മ അങ്ങനെയുള്ള സ്ത്രീകളോട് സംസാരിച്ച് വളരെ ഈ അത്യാവശ്യം കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം ഇരുന്ന് കേൾക്കും. ചിലരെ കളിയാക്കുകയാണെന്ന് അവർക്ക് അറിയത്തേ ഇല്ല, മനസ്സിലാവില്ല. അവിടെ നിന്നൊക്കെയാണ് ഇപ്പം മിനിച്ചേച്ചിക്ക് സൗന്ദര്യം ഉണ്ടായിപ്പോയാൽ അങ്ങനെ ഇരിക്കും മക്കളെ എന്നൊക്കെ കേൾക്കുന്ന അങ്ങനെയാണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് പിന്നെന്ന് വെച്ചാൽ നമ്മളൊരുപാട് വളരെ ഗൗരവത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു പരിധി വരെ കുട്ടികളും മറ്റുള്ളവരും കേട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ശരിയാ, അതെ. അവരിങ്ങനെ അടുത്തത് മാറ്റി അങ്ങനെയാണ്. അതിൻ്റെ അധികമായിട്ട് അവർക്ക് കുറച്ചിത്തിരി തമാശയോ ഇത് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവരത് ശ്രദ്ധിക്കുന്നുള്ളൂ എന്നൊക്കെ തോന്നിയത് എൻ്റെ മോനും മോളും ഒക്കെ വളർന്നപ്പോഴാണ്. അതെ, പാരന്റിങ്ങില് പാരന്റ്സ് അങ്ങനെ കുറച്ചുകൂടെ തമാശ പറഞ്ഞ ഫ്രണ്ട്ലി ആണെങ്കിൽ ഞങ്ങൾക്കും എന്തും പറയാനുള്ള സ്പേസ് കിട്ടും. തീർച്ചയായിട്ടും. ഇപ്പം മകളിപ്പോ സിനിമയിലേക്ക് വരികയാണ്, അതിന്റെ ഒരു സന്തോഷം കൂടി ഉണ്ടല്ലോ. അപ്പം ഈ മകൾ സിനിമയിലേക്ക് വരുന്ന സമയത്ത് അമ്മ എന്ന നിലയിൽ കൊടുത്തൊരു അല്ലെങ്കിൽ ഒരു നടി എന്ന രീതിയിൽ കൊടുത്തൊരു ഉപദേശം എന്താ? ഇന്ന് ഉള്ളവർക്ക് എന്നെക്കാൾ കൂടുതൽ അറിയാം. ഇന്നത്തെ തലമുറയ്ക്ക് തന്നെ നന്നായിട്ട് അറിയാം ഒരുപാട് കാര്യങ്ങൾ. ഇന്നത് വേണം ഇന്നത് വേണ്ട എന്ന് പറയാൻ വളരെ വ്യക്തമായ നിലപാടുണ്ട് അവർക്ക്. ശരിയാ. ഞങ്ങൾക്കൊന്നും അതില്ലായിരുന്നു. എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളതേ എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് എത്ര ചോറ് വേണം പാത്രത്തിലിടാൻ എന്നെനിക്കറിയില്ലായിരുന്നു. അമ്മ ചോറിട്ട് വാരിത്തരും. നല്ല രുചിയാണെങ്കിൽ അതുവരെ കഴിക്കും. ഈ കഴിക്കുന്ന കറി എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കത്തില്ല. നമ്മൾ അവിടെ എവിടെയും ശ്രദ്ധിക്കും, വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ചോറ് തീരും. ഇത് വെറുതെ പറയുകയല്ല. അത് കഴിയുമ്പോൾ ചിലപ്പോൾ കലച്ചേച്ചി ആയിരിക്കും. കലച്ചേച്ചി കൊണ്ടുവന്ന് കുഴച്ചിരുത്താ എന്ന് പറഞ്ഞ് തരും. വീട്ടിലേറ്റവും ഇളയതായതും കൂടെയാണ്, തരുമായിരുന്നു. പിന്നെ ഞാൻ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ വല്ലപ്പോഴും അല്ലേ വീട്ടിൽ വരുന്നത്. അപ്പം കലച്ചേച്ചിയും മെൻചേച്ചിയും പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മ, എൻ്റെ അമ്മൂമ്മ എന്നെ വളർത്തിയത്, അമ്മൂമ്മയും ഒക്കെ അങ്ങനെ തന്നെയാണ്. ലൊക്കേഷനിൽ വന്നു കഴിയുമ്പോൾ പിന്നെ ഇത് എടുക്കണോ, ഇതുമാണോ കുഴയ്ക്കേണ്ടത്, ഇതും അങ്ങനെയാണോ കുഴയ്ക്കേണ്ടത്, തനിച്ചെടുത്ത് തിന്നുമ്പോൾ ഒന്നും കൊള്ളത്തില്ല. പിന്നെ ഒരു ഉപായത്തിനങ്ങ് കഴിക്കും. അതുകൊണ്ട് ഞാനെന്ത് ചെയ്യും, എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പഴങ്കഞ്ഞി പരുവത്തിൽ എല്ലാത്തിനും പാടി കൊടുക്കും. എല്ലാം കൂടെ ഒരു ടേസ്റ്റ് കൂടെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം വീട്ടിലായാലും നമുക്ക് ഏറ്റവും കൂടുതൽ വാത്സല്യം കിട്ടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളോടൊന്നും പറയേണ്ടി വന്നിട്ടില്ല. ഇപ്പം മകളോട് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന മകൾക്കും ഞാൻ വാരിയാണ് കൊടുക്കുന്നത്, മകനും വാരി കൊടുത്തുകൊണ്ടായിരിക്കുന്നത്. ഇപ്പോഴത്തെ അവര് വാരി കൊടുക്കാൻ പറയുന്ന അടവെന്താണെന്നറിയാവോ? TV കണ്ടുകൊണ്ട് റൂമിൽ ഇരുന്ന് ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. ഡൈനിങ് ടേബിളിൽ നിന്നൊരു സാധനം അവിടെ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടേക്കുന്നതിനാൽ എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കഴിക്കണം. ആ സമയത്താണ് നല്ലൊരു പ്രോഗ്രാം വന്നുകൊണ്ടിരിക്കുന്നത്. കഴിക്കാൻ അമ്മ പാത്രത്തിൽ ഇട്ടോണ്ട് വാ, എനിക്ക് വാരിത്താ, തീർന്നല്ല പണി. അപ്പം നമുക്ക് കണ്ടത്. അപ്പോൾ നമ്മൾ വാരി കൊടുക്കും, ഇടയ്ക്ക് നമ്മൾ TV കാണും, പിന്നെ വീണ്ടും നമ്മൾ വാരി കൊടുക്കും. അപ്പോൾ ഇതുങ്ങൾക്ക് അതുങ്ങൾ കഴിക്കുന്നതിൻ്റെ കണക്ക് പറഞ്ഞുകൂടെ എന്തൊക്കെ ഇട്ട് കുഴച്ചതാണെന്നും അറിയത്തില്ല. ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് ഒറ്റയ്ക്കൊറ്റ കഴിക്കാൻ പറയുമ്പോൾ ഇത് കൊള്ളൂല അമ്മ, അത് കൊള്ളൂല അമ്മ എന്ന് പറയും. അപ്പം നമ്മൾ കാണിക്കുന്നതല്ലേ അതുങ്ങളും കാണിക്കും. ശരിയാ. ഇപ്പൊ മലയാള സിനിമ പുതിയതായിട്ട് ഒരുപാട് നായകന്മാരും
നായികമാരും വരുന്നുണ്ട്. ഇപ്പൊ മാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പൊ പുതുതലമുറയിലുള്ള ഒരു ആക്ടർ ആർട്ടിസ്റ്റ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരായിരിക്കും? ഒത്തിരി ഒത്തിരി പേര് കേട്ടോ, ഒരാളെ എന്ന് പറയാനില്ല. എന്നാലും എനിക്ക് ഫഹദിനോട് വലിയ ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാരണം പുള്ളി അഭിനയിക്കാൻ വന്നു തുടങ്ങി ഇതുവരെയുള്ള ഫഹദിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ സെലക്ഷൻ, അതെ, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരിക്കലും ഫഹദ് ഹീറോയിസം കാണിക്കാൻ വേണ്ടിയുള്ള റോളല്ല ചൂസ് ചെയ്തിട്ടുള്ളൂ. ഞാനൊരു ഭയങ്കര ഹീറോ ആണ്, അങ്ങനെ ആണ് ഞാൻ ഒന്നുമില്ല. എൻ്റെ അപ്പിയറൻസ് കുറച്ച് വേറെ ബിഗൊക്കെ വെച്ചിങ്ങനെ കവർ ചെയ്തിട്ടിങ്ങനെ ഇല്ല, അതൊന്നുമല്ല. ഞാനിങ്ങനെയാണ്, എനിക്കിങ്ങനത്തെ വേഷം മതി, എനിക്ക് വ്യത്യസ്തതയുള്ള വേഷമാണെങ്കിൽ ഇതൊക്കെയാണ് തരുന്നത്, ഏറ്റവും മനോഹരമായി ചെയ്യും എന്നുള്ള ആ ഒരു നിലപാട്, അത് ഏകദേശം എന്നെപ്പോലെ എൻ്റെ ഒരു നിലപാട് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ ആവേശം വന്നപ്പോൾ അതിനകത്ത് വേറൊരു തരത്തിലുള്ള ഹ്യൂമറും പിന്നെ എവിടേക്കോ ഭയപ്പെടുത്തുന്ന ഒരു വില്ലനും അയാളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഭയങ്കര ചെറിയൊരു സൈക്കോ കിടപ്പുണ്ട്. അത് കോമഡിയിലും മറ്റെല്ലാ കാര്യങ്ങളിലും അയാളത് പ്രയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഒക്കെ നല്ലോണം വർക്കൗട്ടായിട്ടുണ്ട്. ചെറിയ കാര്യങ്ങളാണ്. ഒരമ്മ വിളിച്ചെന്തെങ്കിലും സ്നേഹമായിട്ട് സംസാരിച്ചാൽ വീണു പോവും. അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഫഹദ് വളരെ ശ്രദ്ധിച്ച് ശ്രമിച്ചാൽ ലോങ് സ്റ്റാൻഡിങ് ആക്ടർ ആവാൻ പറ്റും. അതുപോലെ ഒരുപാട് നടന്മാരുണ്ട് ബേസിൽ ബ്രില്യൻ്റ് ആക്ടറാണ്. കാരണം ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യാനും സേഫായിട്ട് നിൽക്കാനും ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യാനും ഒക്കെ ഒരു പ്രത്യേക കഴിവാണ് ബേസിൽ. അപ്പം അതെല്ലാവർക്കും അതങ്ങനെ വീണ് ഭവിക്കത്തില്ല. ശരിയാണ്. അങ്ങനെ ഓരോ ആക്ടേഴ്സിനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. നായികമാരിലാണെങ്കിൽ ആരായിരിക്കും ഇതുപോലെ ശ്രദ്ധിച്ചിട്ടുള്ള പുതുമക നായികമാർ? ഒരുപാട് പേരുണ്ട്. ഇപ്പം പിന്നെ മീര കഴിഞ്ഞു, മീര, നവ്യ, അവരൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു, നന്നായിരുന്നു. പക്ഷെ നസ്രി അവിടെ നിന്നിരുന്നെങ്കിൽ ഉഗ്രൻ ആക്ടറായിട്ട് നിൽക്കാൻ പറ്റുമായിരുന്നു. ഒരുപോലെ മോഡേണും നാടനും സ്മാർട്ട് ക്യാരക്ടേഴ്സും അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക സ്മാർട്ട് ഹീറോയിനായിട്ട് നിൽക്കാൻ പറ്റുമായിരുന്നു. എനിക്ക് ഒരു സമയത്ത് ഉർവശി മാമിക്ക് കിട്ടിയ ഒരു സ്നേഹം എനിക്ക് ഒന്ന് നസ്രിയയ്ക്കും ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴൊക്കെ വീട്ടിലെ കൊച്ച് എന്നൊരു ഫീല് ശരിക്കും ഉണ്ടായിട്ടുണ്ട്. നസ്രി ഇപ്പം ശാന്തി ഉഷാനെ ആയാലും ഏത് സിനിമയായാലും, ഇപ്പം ബാംഗ്ലൂർ ഡേയ്സ് ആയാലും, ആ കുട്ടിയെ കണ്ടിരിക്കാൻ നമുക്ക് നല്ല ഇഷ്ടമാണ്. അതാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഭാഗ്യം കിട്ടി ആ കുട്ടിക്ക്. അത് പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ട് അങ്ങനെ പോയി എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ വിഷം. ഇപ്പം മീര ജാസ്മിൻ വീണ്ടും തിരിച്ചുവരവ് നടത്താൻ പോകുന്നു. അച്ഛനും അമ്മ പോലെ സിനിമ നമുക്ക് പ്രതീക്ഷിക്കാവോ നിങ്ങൾ ഒരുമിച്ച്? കാരണം ആ കോംബ് അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളെ വരെ ആ സിനിമകൾ കാണുകയാണ്, പഴയ സിനിമകൾ. അപ്പം അങ്ങനെ ഒരു കോംബോ നമുക്ക് പ്രതീക്ഷിക്കാവോ മാം? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. കാരണം എത്ര കഥകളാണ് ഉള്ളത്. ഇപ്പോൾ ഒരു ഇന്ത്യൻ സംസ്കാരത്തിനനുസരിച്ച്, കേരളത്തിൻ്റെ നേറ്റിവിറ്റി അനുസരിച്ച് അങ്ങനെയുള്ള കഥകളല്ലേ ഓടാൻ പറ്റൂ. അങ്ങനെയുള്ളതല്ലേ ഇവിടെയുള്ള ആൾക്കാർക്ക്, സാധാരണക്കാർക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് എടുക്കുന്ന രീതിയും അത് ചെയ്യുന്ന ആർട്ടിസ്റ്റും അതൊക്കെ അനുസരിച്ചാണ് അതിന് മാറ്റം ഉണ്ടാകുന്നത്. ഇതിനിടയ്ക്ക് പല പടങ്ങളും ആ ഒരു പാറ്റേണിൽ വന്നു പോയിട്ടുണ്ടില്ല എന്നല്ല. പക്ഷെ ചിലരെ ഇപ്പം ജ്യോതിഷകുമാർ ഭീകരമായ കോമഡി വേഷങ്ങളൊന്നും ആയിരിക്കില്ല. പക്ഷെ നമ്മൾ പുള്ളിയെ കണ്ടാൽ ചിരിക്കാനായിട്ട് റെഡിയായിട്ട് അങ്ങ് ഇരിക്കുവാണ് ആദ്യം മുതൽ. പുള്ളി എന്ത് പറഞ്ഞാലും നമ്മൾ ഞങ്ങൾ ചിരിച്ചോളാം, സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുക. അങ്ങനെ ചിലരിങ്ങനെ, അതുപോലെ ഒരാളാണ് ഞാനും. ഞങ്ങൾ കാത്തിരിക്കും. അങ്ങനെ ആ ഒരു പരിഗണന എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കിട്ടുന്നത്. അപ്പം വരും, ഇനിയും ഉണ്ടാവും. നല്ല നല്ല ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കണം. ഇപ്പൊ ശ്രീനിച്ചേട്ടനാണ് എനിക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ തന്നിട്ടുള്ളതെന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ തമ്മിൽ ഒരു ഷോട്ട് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറായിട്ട് അഭിനയം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും? അദ്ദേഹം വന്ന് സംസാരിക്കുന്നതും എങ്ങനെയായിരിക്കും നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ സീൻ തുടങ്ങുന്നതിന് മുമ്പ്? ഇല്ല, എൻ്റെ അടുത്ത് ഇന്ന് വരെ ശ്രീനിയേട്ടൻ ഒരു സംഗതിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നിട്ടില്ല. ഇല്ല, സത്യേട്ടൻ്റെ സിനിമയിൽ ആണ് ശ്രീനിയേട്ടൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. സത്യേട്ടൻ പറഞ്ഞു തരും ഇന്നതാണ് എന്നുള്ളത്. കാരണം അവർക്ക് രണ്ടുപേർക്കും അറിയാം, അവർ ഒരേ വേവ് ലെങ്താണ് അവർ. സത്യേട്ടനാണ് പറഞ്ഞു തരുന്നത്.
അതിന് അതിനെ ഓവർടേക്ക് ചെയ്തിട്ട് ലൊക്കേഷനിൽ നിന്ന് വേറെ ഒന്നും സീനായിട്ട് എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. ഇല്ല. പക്ഷെ നിങ്ങളുടെ സിനിമകൾ ഇന്നും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമകളും ആ കോമ്പ് ഭയങ്കര രസമാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോഴേ ഞങ്ങൾക്ക് സന്തോഷമാണ്. എനിക്കും അതെ സീനയുടെ ഇനിയും വീണ്ടും നല്ല റോള് ഞങ്ങൾക്ക് ചെയ്യാനൊക്കെ എന്നൊക്കെയായിരുന്നു എൻ്റെ പ്രതീക്ഷ.